ഇസ്ലാമിൽ ചേരുക അല്ലെങ്കിൽ മരിക്കുക, രണ്ട് ഓപ്ഷൻ, അതിലൊന്ന് തിരഞ്ഞെടുക്കുക. അപ്പൊ SFI യൂണിയൻ ഉള്ള സ്ഥലമാണ് ഈ ധനുവച്ചപുരം ITI, അവിടുത്തെ ആർട്സ് ഫെസ്റ്റ് കലോത്സവം. അതിനാണ് കലിമ എന്ന് പേരിട്ടിരിക്കുന്നത്. കലിമ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് ചേരുമ്പോൾ ആദ്യം ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ഈ കലിമ എന്ന് പറഞ്ഞാല്. ഇത് മനസ്സിലാകണ്ടേ? ആദ്യം ഒരാള് ഇസ്ലാമിൽ ചേരുന്നത് കലിമ ചൊല്ലിയിട്ടാണ് ഇത് ചേരുന്നത്. അപ്പോ എന്താണ് കലിമ? വിശ്വാസ പ്രഖ്യാപനം, അതാണ് കലിമ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ഏകത്വം, അല്ലാഹു മാത്രമേ ദൈവമായിട്ടുള്ളൂ, ഏകദൈവം. ഇസ്ലാമിൽ ചേരുക അല്ലെങ്കിൽ മരിക്കുക, രണ്ട് ഓപ്ഷൻ, അതിലൊന്ന് തിരഞ്ഞെടുക്കുക. അപ്പൊ അങ്ങനെ രക്ഷപ്പെടാനുള്ള ഹിന്ദുക്കള് പലരും നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരായിട്ടുണ്ട്. അപ്പൊ അവരെ കലിമ ചൊല്ലിക്കുന്നത്. മാപ്പിള ലഹളയുടെ ചരിത്രം നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വാക്ക് പഠിച്ചിരിക്കും, മിസ്സിയില്ല, കലിമ എന്നുള്ള വാക്ക്. അപ്പൊ ഈ മതപരിവർത്തനം, ഇസ്ലാമിൽ ചേരൽ, ആ വിശ്വാസം അരക്കിട്ട് ഉറപ്പിക്കൽ, ഇതിനെയൊക്കെ ഉറപ്പിക്കുന്ന വാക്കാണ് ഈ കലിമ. അതാണ് അവിടെ. അതിന് ഈ കലയുമായിട്ടൊരു ബന്ധവുമില്ല. ഇതിലെന്ത് പുരോഗമനമാണ് ഈ കലിമ എന്നുള്ള പേര് ഒരു കലോത്സവത്തിന് ഇടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇവർ ഈ പഹൽഗാമിൽ നടന്നൊന്നും വായിച്ചിട്ടില്ല. അപ്പോൾ പഹൽഗാമിൽ നടന്നതിനെ അനുകൂലിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കില്ല ഈ കാര്യങ്ങൾ. അപ്പോൾ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം, അവരെ നയിക്കുന്ന CPM എന്ന് പറയുന്ന പഹൽഗാം മാത്രം ഭീകരവാദത്തിനെ അനുകൂലിക്കുന്നു എന്ന് നമുക്ക് പറയാം, നിർബന്ധിത മതപരിവർത്തനത്തിനെ അനുകൂലിക്കുന്നു പറയാം. ഇത് ITI വിദ്യാർത്ഥികളെ മുഴുവൻ ഇസ്ലാമിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൽ നമുക്ക് സംശയിക്കേണ്ടത്.